ഹായ് എവ്രി വൺ. നമ്മുടെ +2 എക്സാമുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +2 ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നീ ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ ചുരുക്കത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പി ബ്ലോക്ക് എലമെൻറ്റ്സ്. P block elements are found on the right side of the periodic table. They include the boron, carbon, nitrogen, oxygen and fluorine families in addition to the noble gases. ഈ ഫാമിലീസ് എന്ന് പറയുന്നപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? പി ബ്ലോക്കിൽ വരുന്ന ഗ്രൂപ്പുകൾ 13, 14, 15, 16, 17 ആൻഡ് 18 ആണ്. 18th ഗ്രൂപ്പ് ആണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഹീലിയം ഈസ് എ നോബിൾ ഗ്യാസ്, but it is not a part of P block. Helium is included with the S block. കാരണം ഹീലിയം എസ് ബ്ലോക്കിൽ ഉൾപ്പെടുത്താൻ കാരണം ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. അവിടെ പി ഓർബിറ്റ് വരുന്നില്ല. അതിനാലാണ് ഹീലിയം എസ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 17 ആറ്റോമിക് മാസ് 14 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 2s2ഉം 2p3യും. ബട്ട് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് എക്സിസ്റ്റ് ആസ് എ N2, ഡൈനൈട്രജൻ. ഡൈനൈട്രജൻ ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. ഡൈനൈട്രജൻ റൂം ടെമ്പറേച്ചറിൽ ഇനേർട്ട് ആവാനുള്ള കാരണം ഡൈനൈട്രജൻ്റെ ഹൈ ബോണ്ട് എൻതാൽപ്പി ആണ്. ഡൈനൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ട് N. ഇതിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതിലെ ഓരോ നൈട്രജനിൽ നിന്നും 3 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യുകയും അങ്ങനെ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നൗ അനദർ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് നൈട്രജൻ ഈസ് അമോണിയ. അമോണിയ ലാർജർ സ്കെയിലിൽ, അതായത് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹേബേഴ്സ് പ്രോസസ്സ് കൊണ്ടാണ്. ഹേബേഴ്സ് പ്രോസസ്സിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് N2 + 3H2 gives 2NH3. NH3യുടെ ഫോർമേഷനെ അല്ലെങ്കിൽ അമോണിയയുടെ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. ഹൈ പ്രഷർ ആണ് അതിൽ ഒന്ന്. ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് പറയുന്നത് 200 അറ്റ്മോസ്ഫിയർ പ്രഷറും ടെമ്പറേച്ചർ അറൗണ്ട് 700 കെൽവിനുമാണ് വേണ്ടത്. ആൻഡ് ടു അറ്റൈൻ ദ ഇക്വിലിബ്രിയം ഫാസ്റ്റ്, catalysts are used. Here in Haber's process, the catalyst used is iron oxide with a small amount of K2O and Al2O3. അമോണിയയുടെ സ്ട്രക്ചർ നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതിൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ പിരമിഡൽ ആണ്. അമോണിയയ്ക്ക് ഒരു ലോൺ പെയർ ഉള്ളതായിട്ട് നമുക്ക് സ്ട്രക്ചറിൽ കാണാം. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദിസ് ലോൺ പെയർ, അമോണിയ ആക്ട് ആസ് എ ലൂയിസ് ബേസ്. And the uses of ammonia is in the production of various nitrogen fertilizers and in the manufacture of HNO3. So അമോണിയ HNO3യുടെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത കോമ്പൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നൈട്രിക് ആസിഡ് HNO3 ആണ്. നൈട്രിക് ആസിഡ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് കൊണ്ടാണ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. In the catalytic oxidation of ammonia, ammonia reacts with the oxygen from air in presence of platinum bar rhodium gauge catalyst at 500 Kelvin temperature and 9 bar pressure, and we get nitric oxide and water. This nitric oxide further reacts with the oxygen to get nitrogen dioxide, and the nitrogen dioxide and water reacted to give nitric acid. Nitric acid is a strong acid and a strong oxidizing agent. Now let's discuss about phosphorus halides. Phosphorus halides എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫറസും ഹാലജൻസും കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് ഫോസ്ഫറസ് ഹാലൈഡ്സ്.
അതതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. PCl3 is an example. PCl3 hydrolyzes in presence of moisture giving fumes of HCl. It is shown in the reaction. PCl3 plus 3H2O gives H3PO3 and 3HCl. Along with HCl, phosphorus acid is also produced. And PCl5, when heated, it will decompose into PCl3 and Cl2. PCl5 has trigonal bipyramidal shape in gaseous and liquid phase. It is shown in the figure. ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 ഇക്വറ്റോറിയൽ ബോൺസും 2 ആക്സിയൽ ബോൺസും ആണ് ഉള്ളത്. 3 ഇക്വറ്റോറിയൽ ബോൺസ് ആർ ഇക്വലൻറ്റ് while the 2 axial bonds are longer than equatorial bonds. The 2 axial bonds are perpendicular to the plane containing equatorial bonds. ഇക്വറ്റോറിയൽ ബോൺസിനേക്കാളും നീളം ആക്സിയൽ ബോൺസിന് കൂടാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി മോർ റിപ്പൽഷൻ സഫേർഡ് ബൈ ആക്സിയൽ ബോൺസ് ആസ് കമ്പയർഡ് ടു ഇക്വറ്റോറിയൽ ബോൺസ്. Now the next compound we need to discuss is sulfuric acid. കോണ്ടാക്ട് പ്രോസസ്സ് വഴിയാണ് സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് contact process is burning of sulfur or sulfide ores in air to produce SO2. That means sulfur and oxygen reacts to give sulfur dioxide. In the next step, sulfur dioxide is converted into SO3 by the reaction with the oxygen in presence of V2O5. സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കാറ്റലിസ്റ്റായ V2O5ൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് SO3 അഥവാ സൾഫർ ട്രയോക്സൈഡ് ലഭിക്കുന്നു. ആൻഡ് ദിസ് sulfur trioxide is absorbed into H2SO4 and oleum or H2S2O7 is produced. SO3 plus H2SO4 gives H2S2O7. What is oleum? This dilution of oleum H2S2O7 with the water gives sulfuric acid H2SO4 of desired concentration. ഫോം ചെയ്ത അതായത് കോണ്ടാക്ട് പ്രോസസ്സിൽ നമ്മൾ ഫോം ചെയ്യുന്നത് ഒലിയം ആണ്. ഈ ഒലിയത്തിനെ വാട്ടറിലോട്ട് ആഡ് ചെയ്ത് ഡിസൈഡ് കോൺസെൻട്രേഷനിലുള്ള H2SO4 ആയിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് H2SO4? It is an important industrial chemical. It is used in the manufacture of fertilizers and as a laboratory reagent and in storage batteries. Now, halogens. Halogens are the 17th group elements. Halogens 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 2 ഹാലജൻസ് കൂടിയുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ ജനറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് XX-, XX-3, XX-5 and XX-7 ആണ്. Here X is the halogen of larger size and X- is the halogen of smaller size. Larger size ഉള്ള halogen is always more positive than smaller sized halogen. Hence X is more electropositive than X-. XX-3 type interhalogen compoundsന് എക്സാമ്പിൾ ആണ് ClF3 and BrF3. It is bent T-shaped. And XX-5 halogens interhalogen compounds example ആണ് IF5. Its shape is square pyramidal. Example for XX-7 is IF7 and its shape is pentagonal bipyramidal. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എപ്പോഴും ഹാലജൻസിനേക്കാളും മോർ റിയാക്റ്റീവ് ആയിരിക്കും. കാരണം ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സിലെ ബോണ്ട്, അതായത് ഡിഫറെൻറ്റ് ഹാലജൻസ് തമ്മിലുള്ള ബോണ്ട് എപ്പോഴും സെയിം അല്ലെങ്കിൽ സിമിലർ ഹാലജൻസ് തമ്മിലുള്ള ബോണ്ടിനേക്കാളും വീക്കർ ആയിരിക്കും. ഇതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. കാരണം ഫ്ലൂറിന് വളരെ ചെറുതാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്മോളർ ആറ്റോമിക് സൈസ്, ദി റിപ്പൽഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഗ്രേറ്റർ ഇൻ ഫ്ലൂറിൻ. ഹെൻസ് ദി ബോണ്ട് ബിക്കംസ് വീക്കർ.
Now let's discuss about group 18 elements or noble gases. Which are the group 18 elements? Helium, neon, argon, krypton, xenon and radon. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹീലിയം പി ബ്ലോക്ക് എലമെൻ്റ് അല്ല എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് എല്ലാം ഗ്യാസസ് ആണ് ആൻഡ് ദേ ആർ കെമിക്കലി അൺറിയാക്റ്റീവ്. അതുകൊണ്ടാണ് അതിനെ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. These inert gases occur in atmosphere except for radon. Radon is a radioactive element. It is found in rocks containing uranium ores and is produced by the decay of radioactive decay of radium. What are the atomic properties of noble gases? Its general outer electronic configuration is ns2 np6. Exception being helium 1s2. So ns2 np6. Here the octet is complete, which is the reason for its high ionization enthalpy and its stability. However, the ionization enthalpy decreases down the group, that is with the increase in atomic size. ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുകയും അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുന്തോറും കുറയുകയും ചെയ്യും. ആൻഡ് ദർ ഈസ് ലാർജ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡ്യൂ ടു ഇറ്റ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് ദി കംപ്ലീറ്റ് ഒക്ടെറ്റ്. ഇൻ കേസ് ഓഫ് ഹീലിയം 1s2 ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ ലാർജ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. കെമിക്കൽ പ്രോപ്പർട്ടീസ് ലെസ് റിയാക്റ്റീവ്. റീസൺ ഈസ് ദി സെയിം. Its stable electronic configuration, high ionization enthalpy and more positive electron gain enthalpy. We have already discussed about that. ഇത് ലെസ് റിയാക്റ്റീവ് ആണ്, ഇനേർട്ട് ആണ്, നോബിൾ ആണ് എന്ന് പറയുമെങ്കിലും there are compounds of noble gases and the first noble gas compound found was Xe plus PtF6 minus. It was obtained by mixing PtF6 and xenon. And there are xenon fluorine compounds which are XeF2, XeF4 and XeF6. Xenon and fluorine in gaseous state react at conditions 673 Kelvin and 1 bar pressure. XeF2 is formed. In this reaction, xenon is taken in excess. And when xenon and fluorine react in 1:5 ratio at 873 Kelvin and 7 bar pressure, XeF4 is formed. And xenon and fluorine when react in 1:20 ratio at 573 Kelvin and 6 to 7 bar pressure, XeF6 is formed. And there are other xenon compounds also. Before that, the shape of XeF2 is linear, XeF4 is square planar and XeF6 is distorted octahedral. മറ്റ് ചില xenon compoundsൻ്റെ കൂടെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒന്ന് നോക്കാം. XeO3 has pyramidal structure, XeOF4 has square pyramidal structure. Now, what are the uses of noble gases? Helium. It is used in filling balloons for meteorological observations as it is a non-inflammable and light gas. It is also used in gas-cooled nuclear reactors. Liquid helium is used as a cryogenic agent and as a diluent for oxygen in modern diving apparatus due to its very low solubility in blood. Neon is used in discharge tubes and fluorescent bulbs. Neon bulbs used in botanical gardens and greenhouses. Argon is used to provide an inert atmosphere in high temperature metallurgical processes and it is also used for filling electric bulbs. Xenon and krypton are used in light bulbs designed for special purposes. Now let us discuss about the D and F block elements. D block elements are called transition metals and the F block elements are called inner transition elements, which constitute lanthanides and actinides.
A transition element is defined as the one which has a partially filled d orbital in its ground state or any of its oxidation state. അതായത് ഒരു ട്രാൻസിഷൻ മെറ്റലിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. സോ ബൈ ദിസ് ഡെഫിനേഷൻ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി ആർ നോട്ട് കൺസിഡേർഡ് ആസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. കാരണം ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N-1 D10 NS2 ആണ്. So the orbitals in these elements are completely filled, D10 in the ground state as well as in their common oxidation state. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആയതുകൊണ്ട് ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറിയെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് N-1 D1 to 10 NS 1 to 2 ആണ്. Now let us consider some of the properties of transition elements. First one is paramagnetism. The reason behind the paramagnetism is the presence of unpaired electrons. We know that paramagnetism is due to the presence of unpaired electrons, and when the all electrons are paired, it is called diamagnetic, and it form a large number of complex compounds. Reason is comparatively smaller size of metal ions, high ionic charges, and availability of d orbitals for bond formation. അതുകൊണ്ട് തന്നെ ഇതൊരു ലാർജ് നമ്പർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസിഷൻ മെറ്റൽസിന് സാധിക്കുന്നുണ്ട്. കാരണം ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലിഗാൻസിൽ നിന്ന് ലോൺ പെയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ ദിസ് ലിഗാൻസ് മസ്റ്റ് ബി ലൂയിസ് ബേസസ് ആൻഡ് ദേ ഫോം ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. Small atoms like hydrogen, carbon, nitrogen are trapped inside the crystal lattices of metals and form alloys because of the similar size of transition metals. Form colored compounds due to the presence of unpaired d electrons. dd transition happens. dd transition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി ഓർബിറ്റലിൽ നിന്നും ബൈ എ ഫോട്ടോൺ ദ ഇലക്ട്രോൺ ഗെറ്റ്സ് എക്സൈറ്റഡ് ടു എ ഹയർ എനർജിയിൽ ഒരു ഹയർ എനർജിയുള്ള ഡി ഓർബിറ്റലിലോട്ട് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് dd ട്രാൻസിഷൻ എന്ന് പറയുന്നത്. കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ഡ്യൂ ടു എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Atomic size of transition elements decreases with the increase in atomic number till middle of the series. Reason for this is with the increase in atomic number, an extra electron is being added to inner d orbital. Shielding effect of a d electron is not much effective. Thus attraction increases and hence the size decreases. Shielding effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസും വാലൻസ് ഇലക്ട്രോൺസും, അതായത് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കുറയ്ക്കാൻ ഇൻ ബിറ്റ്വീനുള്ള ഷെൽസിലെ ഇലക്ട്രോൺസിന് കാരണമാകും. അങ്ങനെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ഡിക്രീസസ്. പക്ഷേ ഡി ഇലക്ട്രോൺസിന് ഈ ഷീൽഡിംഗ് എഫക്റ്റ് കുറവാണ്. Thus the effective nuclear charge increased by the outer electrons increases, and as a result of this the atomic radii decreases. And the size of 5d elements is almost same as 4d elements. This is due to lanthanide contraction. Magnetic properties. It is already said that paramagnetism arises due to the presence of unpaired electrons. Magnetic moment can be calculated by using spin-only formula, that is mu is equal to square root of n into n plus 2, where n equal to number of unpaired electrons and mu is the magnetic moment in bomb magnet. Magnetic moment increases with the increase in number of unpaired electrons, as it is clear from the equation. ഇനി നമുക്ക് ചില കോമ്പൗണ്ട്സ്, അതായത് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ചില കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്യാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. It is prepared from the chromite ore FeCr2O4 in the following steps. Chromite ore is first fused with sodium carbonate in presence of air to form sodium chromate. ഇത് ഇക്വേഷനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെപ്പോൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ അത് ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെ പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. The yellow solution of sodium chromate is filtered and acidified with sulfuric acid to form orange sodium dichromate.
And the solution of sodium dichromate is treated with the potassium chloride so that orange crystals of potassium dichromate is crystallized out. Here the structure of chromate ion and dichromate ion is shown in the figure. Potassium dichromate is a good oxidizing agent in acid medium. Example, it oxidizes iron 2 solution to iron 3 solution, that is Fe2 plus to Fe3 plus, or the ferrous ion to ferric ions. It can oxidize iodide to iodine, that is I minus to I. Next is the potassium permanganate KMnO4. It is prepared from pyrolusite MnO2. Pyrolusite is fused with the KOH in the presence of air when potassium manganate is obtained. 2MnO2 plus 4 KOH gives 2K2MnO4 plus 2H2O. Now this potassium manganate with chlorine Cl2 and ozone on electrolytic oxidation or disproportionation gives potassium permanganate. Here the structure of manganate ion and permanganate ion is shown. Manganate ion is paramagnetic and green in color, and permanganate ion is diamagnetic and purple in color. On heating, it decomposes to manganate and MnO2. Oxidizing property. It is also a powerful oxidizing agent in acid, alkaline and neutral medium. Acidified KMnO4 solution oxidizes Fe2 ions to Fe3 ions, that is ferrous ions to ferric ions. Now let's discuss F-block elements. General electronic configuration of F-block elements is the N-2 F1 to 14, N-1 D01 NS2. In lanthanoids, the most common oxidation state is +3. Cerium shows the oxidation state +4 due to its noble gas configuration. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 4D ആൻഡ് 5D സീരീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സിന് സിമിലർ സൈസാണ് ആൻഡ് ഇറ്റ്സ് റീസൺ ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. In lanthanides, the atomic and ionic radii decreases regularly from lanthanum to lutetium. It is called lanthanide contraction. ഇതിന് കാരണം എന്ന് പറയുന്നത് F orbitalsന്റെ poor shielding effect ആണ്. In lanthanides, as the atomic number increases, the nuclear charge increases 1 by 1 and the electrons are added to the anti-penultimate F subshell. Lanthanidesൽ additional electrons add ചെയ്യുന്നത് F subshellലോട്ട് ആണ്. But these F subshells have a poor shielding effect. As a result of this, the effective nuclear charge experienced by the outer shell electrons increases and the atomic radii of lanthanides decreases. Consequence of lanthanide contraction are, due to lanthanide contraction, the second and third row transition series elements have a similar radii. Lanthanides have a similar physical properties and they occur together in nature, so their isolation is difficult. The basic character of their hydroxides decreases from lanthanum to lutetium. That is, LaOH thrice is more basic than LuOH thrice. Use of lanthanides. An important alloy is misch metal, which is consist of a lanthanoid metal. Lanthanoid metal around 95% ആയിരിക്കും and iron which will be around 5% and traces of sulfur, carbon, calcium and aluminium. A great deal of misch metal is used in magnesium based alloy to produce bullets, shell and lighter flint.